PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ലേ ഇതെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാനും ലാബ് അസിസ്റ്റന്റിനും ഒരേ സിലബസ് തന്നെയാണ് PSC പഠിക്കാൻ തന്നിട്ടുള്ളത്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും, ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അസിസ്റ്റന്റ് സെയിൽസ്മാനും ഒരുപോലെ ഉപയോഗപ്പെടുത്താം. കാരണം സെയിം സിലബസ് ആണ്, എക്സാക്ട് സിലബസ് ആണ്. സിലബസ് രണ്ടിനും ഒരു ഡിഫറൻസും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ലാബ് അസിസ്റ്റന്റ് 1-2 വീഡിയോ ഇട്ടപ്പോൾ ഇതിനകത്ത് കുട്ടികൾ ചോദിച്ചിരുന്നു കൂടുതൽ ക്ലാസ്സുകൾ വേണം. അപ്പൊ ഞാൻ വിചാരിച്ചു അസിസ്റ്റന്റ് സെയിൽസ്മാനും കൂടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതേ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ടാണ് തംബ്നെയിലിൽ ലാബ് അസിസ്റ്റന്റിനും അസിസ്റ്റന്റ് സെയിൽസ്മാനും ഒരേ തംബ്നെയിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ വേണ്ടി റെഗുലർ ആയിട്ട് വീഡിയോ കാണുന്നവര് ഇതെന്താ ലാബ് അസിസ്റ്റന്റും കൂടെ കൊടുത്തേക്കുന്നതെന്ന് എന്തൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നവരായാലും ലാബ് അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്നവരായാലും ഈ ചാനൽ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഒന്ന് കമന്റ് ചെയ്തുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ അത്രയും എഫോർട്ട് എടുത്തിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ എഫോർട്ടിന്റെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒരു കമന്റ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഏകദേശം നമ്മൾ 200 ഡേ ചലഞ്ച് ആണ് ചെയ്യുന്നത്. അതിൽ ഏകദേശം 65ഓളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ക്ലാസ് കണ്ടു നോക്കാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് ലാബ് അസിസ്റ്റന്റിന് വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 11ഓളം സ്റ്റഡി മെറ്റീരിയൽസ് SCRT സോഷ്യൽ സയൻസിനെ ആസ്പദമാക്കിയിട്ടുള്ളതും പ്രീവിയസ് ഇയർ സെറ്റും അതുപോലെ കേരള ഭരണ സംവിധാനം ബയോളജി കെമിസ്ട്രി ഫിസിക്സ് പൊതുവിജ്ഞാനം പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ റെഡിയാണ്. പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നോ ലാബ് അസിസ്റ്റന്റ് എന്നോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ലാബ് അസിസ്റ്റന്റ് അതിന് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ജൂൺ 21-ാം തീയതിയാണ് പരീക്ഷ. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഇത് അത്രമാത്രം ഹെൽപ്പ് ആവുന്നതായിരിക്കും. നമ്മൾ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. പാർക്കിൽ വേണമെങ്കിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഓൾറെഡി നമ്മൾ ഇത്രയും ഒരുപാട് സിലബസ് കംപ്ലീറ്റ് ആക്കിയില്ലേ. പൊതുവിജ്ഞാനം നോക്കി, അതുപോലെ തന്നെ നമ്മൾ കേരള ഭരണ സംവിധാനം കഴിഞ്ഞു, ജീവശാസ്ത്രം പൊതുജന ആരോഗ്യം കംപ്ലീറ്റ് ആക്കി. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ ഭൗതിക ശാസ്ത്രം ഫിസിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫിസിക്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ ഇന്ന്. എന്താണെന്ന് പഠിക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകൾ, തോതുകൾ എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നന്നായിട്ട് അങ്ങ് പഠിച്ചു പോവാം കേട്ടോ. അപ്പൊ നോക്കാം. ഭൗതിക ശാസ്ത്രം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണേത്? ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്നത്. എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യമെന്നോ പദാർത്ഥമെന്നോ വിളിക്കാം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട്? മൊത്തം 7 അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്. ഏതെല്ലാം? ഇപ്പൊ തന്നെ പഠിച്ചേ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസെറ്റ്, ഫെർമിയോണിക് കണ്ടൻസെറ്റ്, ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ എന്ന് പറയുന്ന 7 അവസ്ഥകളാണ് എന്തിനുള്ളത്? ദ്രവ്യത്തിനുള്ളത്. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്തായാലും നിങ്ങൾക്ക് അറിയാം അല്ലെ. അത് നിങ്ങൾ ആരും ഇപ്പൊ കണ്ണടച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസെറ്റ്, ഫെർമിയോണിക് കണ്ടൻസെറ്റ്, ക്വാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്? ഒന്ന് ഓർത്തിരിക്കണം. വേണം ഇങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കാം. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയുടെ പേരെന്ത്? അല്ലെങ്കിൽ 4ാമത്തെ അവസ്ഥയുടെ പേരെന്ത്? അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ അവസ്ഥ എന്താണ്? ഇങ്ങനെ പലതവണ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഖരം, ദ്രാവകം, വാതകം എല്ലാവർക്കും അറിയാം. പ്ലാസ്മ മുതൽ ബാക്കി അങ്ങോട്ടുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവുള്ളതുമായിട്ടുള്ള പദാർത്ഥമാണ് ഏത്? ഖരം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഖരത്തിൽ എങ്ങനെയാ? കണികകൾ വളരെ അടുത്തായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ കുറവുമായിരിക്കും. കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ഖരാവസ്ഥയിലേക്കാൾ ചലന സ്വാതന്ത്ര്യം ഉള്ളതുമായ പദാർത്ഥമാണ് ഏത്? ദ്രാവകം എന്ന് പറയുന്നത്. അപ്പൊ കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ഖരാവസ്ഥയിനേക്കാൾ ചലന സ്വാതന്ത്ര്യമുള്ളതും എവിടെയാണ്? ദ്രാവകത്തിലാണെന്നും ഓർത്തിരിക്കുക കേട്ടോ. ഇനി കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് വളരെ കൂടുതൽ ചലന സ്വാതന്ത്ര്യം അല്ലെ. വാതകം എങ്ങനെയാ? വാതകത്തിന് നമുക്ക് കണികകൾ വളരെ വളരെ അകന്നായിരിക്കും സ്ഥിതി ചെയ്യുന്നവയ്ക്ക് അവയ്ക്ക് എന്താണ്? വളരെയധികം ചലന സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും. ഇനി പ്ലാസ്മ എങ്ങനെയായിരിക്കും? ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥ. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് ഏത്? പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയും ഏത് തന്നെയാണ്? ഈ പ്ലാസ്മ തന്നെയാണ് കേട്ടോ. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്നത് ഏത് അവസ്ഥയിലാ?
പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പൊ കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് വളരെ കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളതുമായ പദാർത്ഥമാണ് വാതകം എന്ന് പറയുന്നത്. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥ പ്ലാസ്മയാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയും ഏത് തന്നെയാണ്? പ്ലാസ്മ തന്നെയാണ്. ഇനി പ്ലാസ്മയെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? പ്ലാസ്മ എന്താണെന്ന് നോക്കിയാലോ? പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് അല്ലെ. ഫ്ലൂറൻ ട്യൂബിലും നിയോൺ സെൽ ബൾബിലും പ്ലാസ്മ അടങ്ങിയിരിക്കുന്നു. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഏത്? പ്ലാസ്മ എന്ന് പറയുന്നത്. സ്വതന്ത്രമായ ചാർജിത കണങ്ങളുടെ കൂട്ടവും പ്ലാസ്മയാണ്. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥയും എന്ത് തന്നെയാണ്? പ്ലാസ്മ തന്നെയാണെന്ന് ഓർക്കുക. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് ഏത്? പ്ലാസ്മ. 99% ദ്രവ്യത്തിൻ പ്ലാസ്മ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 99% ദ്രവ്യം ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രപഞ്ചത്തില്? പ്ലാസ്മ അവസ്ഥയിലാണെന്ന് ഓർക്കുക കേട്ടോ. സൂര്യനും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നതും ഏതവസ്ഥയിലാണ്? ഇതും പ്രീവിയസ് ഇയർ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണം എന്താ? പ്ലാസ്മയാണ് കേട്ടോ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്നതും പ്ലാസ്മ അവസ്ഥയിലാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന അവസ്ഥ ഏതാ? പറഞ്ഞേ. പ്ലാസ്മയാണ്. അപ്പോ പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഫ്ലൂറൻ ട്യൂബിലും നിയോൺ സെൽ ബൾബിലും പ്ലാസ്മ അടങ്ങിയിരിക്കുന്നു. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ പ്ലാസ്മയാണ്. സ്വതന്ത്രമായ ചാർജിത കണങ്ങളുടെ കൂട്ടം പ്ലാസ്മയാണ്. ഉയർന്ന താപനില അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥയും പ്ലാസ്മയാണെന്ന് ഓർക്കുക. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നതും പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണവും പ്ലാസ്മയാണ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും ഏത് തന്നെയാണ്? പ്ലാസ്മ തന്നെയാണെന്ന് ഓർക്കുക. ഖരത്തെയും ദ്രാവത്തെയും അപേക്ഷിച്ച് വാതകങ്ങളിൽ കണികകൾ വളരെ അകലെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലായതിനാൽ തമ്മിലുള്ള കൂട്ടിമുട്ടലുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ ഫലമായി കൂടുതൽ ഗതികോർജവും വൈകുന്നു കേട്ടോ. ഗതികോർജം കൈവരുന്നു. അപ്പോ ഖരത്തെയും ദ്രവ്യത്തെയും അപേക്ഷിച്ച് വാതകങ്ങളിലെ കണികകൾ വളരെ അകലെയായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലായതിനാൽ തമ്മിലുള്ള കൂട്ടിമുട്ടലുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ ഫലമായി കൂടുതൽ ഗതികോർജവും ഇവയ്ക്ക് കൈവരുന്നു. ഇനി നമുക്ക് ഐസക് ന്യൂട്ടനെ കുറിച്ച് ഒന്ന് നോക്കിയാലോ? ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സർ ഐസക് ന്യൂട്ടൻ ആണല്ലേ. ഗുരുത്വാകർഷണ നിയമത്തിൽ എത്തിച്ചേരാൻ സർ ഐസക് ന്യൂട്ടൻ അവലംബിച്ചത് ആരുടെയൊക്കെ നിരീക്ഷണ ഫലങ്ങളാണ്? ആരുടെയൊക്കെയാണ്? കെപ്ലറിന്റെ, ഗലീലിയോയുടെ, അതുപോലെ പ്രൊഹയുടെ ഒക്കെ നിരീക്ഷണ ഫലങ്ങളാണ് അദ്ദേഹം ഗുരുത്വാകർഷണ നിയമത്തിൽ എത്തിച്ചേരാൻ അവലംബിച്ചിട്ടുള്ളത്. മുകളിലേക്ക് എറിയുന്ന വസ്തു താഴോട്ട് വീഴുന്നതിന് കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഐസക് ന്യൂട്ടൻ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കാൽക്കുലസ് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലസ് ആരുമായി ബന്ധപ്പെട്ടതാ? സർ ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. പ്രതിഫലന ദൂരദർശിനി ആദ്യമേ ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ ആണ്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ട്. സൂര്യപ്രകാശത്തിന് എത്ര നിറമുണ്ട്? 7 നിറമുണ്ടെന്ന് കണ്ടെത്തിയതും സർ ഐസക് ന്യൂട്ടൻ ആണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്ന് സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൻ ആണ്. ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും സർ പദവി ലഭിച്ച ശാസ്ത്രജ്ഞൻ. അതുകൊണ്ട് സർ ഐസക് ന്യൂട്ടൻ എന്ന് വിളിക്കുന്നത്. സർ പദവി എവിടെ നിന്ന് ലഭിച്ചേ? ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും ലഭിച്ചതാണ് കേട്ടോ. ഐസക് ന്യൂട്ടന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാ? ഫിലോസഫിയ, നാച്ചുറലിസ്റ്റ്, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്സ്, ഒപ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ബലത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന ന്യൂട്ടൻ രചിച്ച ഗ്രന്ഥമാണ് ഏത്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെയാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ഇയറിൽ. ആരുടെയാണ്? സർ ഐസക് ന്യൂട്ടന്റെ ആണ്. ബലത്തിന്റെ യൂണിറ്റിന് ന്യൂട്ടൺ എന്ന പേര് നൽകിയത് ഐസക് ന്യൂട്ടനോടുള്ള ആദര സൂചകമായിട്ടാണ്. അപ്പോൾ ബലത്തിന്റെ യൂണിറ്റിന് ന്യൂട്ടൺ ആണെന്ന് ഓർക്കുക. അതിനെ പേര് നൽകിയത് സർ ഐസക് ന്യൂട്ടനോടുള്ള ആദര സൂചകമായിട്ടാണ്. അതുപോലെ ജോഹന്നാൻ കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട് ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വിൽക്രമ വർഗ നിയമം വിശദീകരിച്ച ശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്? ഐസക് ന്യൂട്ടൻ ആണ്. അപ്പൊ ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവാണ്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ്. സൂര്യപ്രകാശത്തിന് 7 വർണ്ണങ്ങൾ അല്ലെങ്കിൽ 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെയോ
ഘടകവർണ്ണങ്ങൾ കൂടി ചേർന്ന് സമന്വിത പ്രകാശം ലഭിക്കുന്നു കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ ഫിലോപ്സിയ, നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെയാണ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്സ് ഗ്രന്ഥം ബലത്തിന്റെ അടിസ്ഥാനമാക്കി ന്യൂട്ടൺ രചിച്ച ഗ്രന്ഥമാണ്. ബലത്തിന്റെ യൂണിറ്റിന് ന്യൂട്ടൺ എന്ന പേര് നൽകിയത് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണെന്നും ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അളവുകളെ കുറിച്ച് നോക്കാം കേട്ടോ. അളവുകളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെയാ? അടിസ്ഥാന അളവുകൾ. എന്താണ്? അടിസ്ഥാന അളവുകളും വിൽപ്പന അളവുകളും. ഡ്രൈവ്ഡ് യൂണിറ്റ്സും ബേസിക് യൂണിറ്റ്സും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് രണ്ടായിട്ട് അളവുകളെ തരംതിരിക്കാം. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്ന 3 രീതിയിൽ അളവ് സമ്പ്രദായങ്ങൾ. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്ന 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് CGS, MKS, FPS. CGS എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഫുൾ നോക്കിക്കേ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. എന്താണ്? CGS. ഇനി MKS എന്താ? മീറ്റർ, കിലോമീറ്റർ, സെക്കൻഡ്. FPS എന്താ? ഫുട്ട്, പൗണ്ട്, സെക്കൻഡ് എന്നിവയാണ് എന്ത് വരുന്നത്? FPS വരുന്നത്. അപ്പൊ അളവുകൾ രണ്ടായി തരംതിരിക്കാം. അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും. ഇനി ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. അതെന്തായാലും PSC നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ തന്നെ പഠിച്ചേ അളവ്. അളവിന്റെ CGS യൂണിറ്റ് എന്താ? നീളത്തിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആണ്. എന്താണ്? സെന്റിമീറ്റർ. ഈ നീളത്തിന്റെ MKS യൂണിറ്റോ? മീറ്റർ ആണ്. FPS യൂണിറ്റോ? ഫൂട്ട് ആണ് കേട്ടോ. ഇനി പിണ്ഡത്തിന്റെ CGS യൂണിറ്റ് ഗ്രാം, MKSന്റെ യൂണിറ്റ് കിലോഗ്രാം, FPS-ന്റെ യൂണിറ്റ് പൗണ്ട്. ഇനി സമയം എന്താ? സമയം CGS-ലും MKS-ലും FPS-ലും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. സെക്കൻഡ്. എല്ലാത്തിലും സെക്കൻഡ് ആണ്. നീളം സെന്റിമീറ്റർ CGS-ല്, MKS-ൽ മീറ്റർ വരും, FPS-ലേക്ക് ഫൂട്ട് വരും, പിണ്ഡം ഗ്രാം, കിലോഗ്രാം, പൗണ്ട് കേട്ടോ. അത് ഓർത്തിരിക്കണേ. MKS യൂണിറ്റ് സമ്പ്രദായത്തിലെ പരിഷ്കരിച്ച രൂപം ഏതാത്? SI യൂണിറ്റ് സമ്പ്രദായം. എന്താണ്? MKS-ന്റെ തന്നെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ MKS എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നതിനകത്ത് നോക്കിക്കേ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വീണ്ടും എടുത്തു പറയുന്നത്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് ആണ് വരുന്നത്. MKS യൂണിറ്റ് സമ്പ്രദായത്തിലെ പരിഷ്കരിച്ച രൂപം ഏത് പേരിൽ അറിയപ്പെടുന്നത്? SI യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയപ്പെടുന്നു. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏത്? SI യൂണിറ്റ് സമ്പ്രദായം കേട്ടോ. SI യൂണിറ്റ് ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1960 മുതലാണ്. ഇന്റർനാഷണൽ സിസ്റ്റം ഫോർ യൂണിറ്റ്സ് എന്നാണ് SI യൂണിറ്റിന്റെ ഫുൾ ഫോം. എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതിനാണ് SI യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്രയാ? 7 അടിസ്ഥാന അളവുകളാണ് ഉള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ഈ അടിസ്ഥാന 7 അളവുകൾ ഉണ്ടോ നമ്മൾ പറഞ്ഞില്ലേ? ഓരോ അടിസ്ഥാന അളവുകളും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതും പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ പഠിച്ചോണം കേട്ടോ. നീളത്തിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? സ്മോൾ m ആണ് വരുന്നത് കേട്ടോ. ഇനി പിണ്ഡത്തിലോ? പിണ്ഡം കിലോഗ്രാം ആണ്. എന്താണ് SI യൂണിറ്റ്? പിണ്ഡത്തിന്റെ കിലോഗ്രാം ആണ് വരുന്നത്. കിലോഗ്രാം. ഏതോ? KG. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ഡിനോമിനേറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇപ്പൊ മീറ്ററിന്റെ സ്മോൾ ലെറ്റർ M കൊണ്ടാണ് അതിന് ഡിനോമിനേറ്റ് ചെയ്യുന്നത്. ഈ പ്രതീകം KG, മറ്റേ K സ്മോൾ KG ഇതേ രീതി തന്നെ. ഇപ്പൊ K വലിയക്ഷരം അല്ലെങ്കിൽ G ഇങ്ങനെ എഴുതിയിട്ട് കിലോഗ്രാം ആവോ? ഇല്ല കേട്ടോ, തെറ്റാണിത്. ഇതേ രീതി തന്നെ നമ്മൾ കൊടുക്കണം. ഇനി സമയം SI യൂണിറ്റ് സെക്കൻഡ് ആണ്, സ്മോൾ s. ഇനി വൈദ്യുത പ്രവാഹം എന്ത് അറിയപ്പെടുന്നു? ആംബിയർ ആണ്. ആംബിയർ അല്ലെ? ആംബിയർ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ A ആണ്. ഇനി താപനിലയോ? കെൽവിൻ ആണ്. കെൽവിൻ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ K ആണ് വരുന്നത്. ഇനി പദാർത്ഥത്തിന്റെ അളവോ? മോൾ. പദാർത്ഥത്തിന്റെ അളവ് മോൾ. അത് സ്മോൾ ലെറ്ററിൽ മോൾ ആണ് വരുന്നത്. ഇനി പ്രകാശ തീവ്രതയോ? ക്യാൻഡലയാണ്. അത് CD എന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രതീകം നിങ്ങൾ ഓർത്തിരുന്നില്ലെങ്കിൽ, പ്രതീകം പഠിക്കാൻ പറ്റുന്ന ഒരു പ്രതീകമോടെ ഓർത്തിരിക്കുക. എന്നിരുന്നാലും ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഇത് എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിക്കാറുണ്ട്. നീളം എന്താണ്? മീറ്റർ. പിണ്ഡം കിലോഗ്രാം. സമയം സെക്കൻഡ്. വൈദ്യുത പ്രവാഹം ആംബിയർ. അതുപോലെ താപനില കെൽവിൻ. പദാർത്ഥത്തിന്റെ അളവ് മോള്. പ്രകാശ തീവ്രത ക്യാൻഡല. അപ്പൊ നീളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? SI യൂണിറ്റ് വരുന്നത് മീറ്റർ ആണ് നീളത്തിന്റെ. അതുപോലെ പിണ്ഡവും അറിയാൻ പറ്റും. സമയം സെക്കൻഡ് ആണ്. ബാക്കിയാണ് തെറ്റിപ്പോകുന്നത്. വൈദ്യുത പ്രവാഹം ആംബിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിന്റെ അളവ് മോള്, പ്രകാശ തീവ്രത ക്യാൻഡല. ഇത്രയും എന്തായാലും ഓർത്തിരിക്കണം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഈ റിപ്പീറ്റഡ് അടിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് കേട്ടോ. ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. ഇനി അടുത്തത് കുറച്ചും കൂടി ഇലാബറേറ്റ് നമുക്ക് നോക്കാം കേട്ടോ. 2 പ്രദേശങ്ങൾക്കിടയിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഏത്? കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 2 പ്രദേശങ്ങൾക്കിടയിൽ ദൂരം അളക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? കിലോമീറ്റർ ഉപയോഗിക്കുന്നത്. ഭൂമിയിൽ നിന്നും മറ്റ് ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരം നിർണ്ണയിക്കുന്ന പ്രധാന മാർഗമാണ് ഏത്?
ലംബരീതി. ഭൂമിയിൽ നിന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം നിർണ്ണയിക്കുന്ന പ്രധാന മാർഗം ഏതാണ്? ലംബരീതിയാണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതാ? അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാരലൈറ്റിക് സെക്കൻഡ്. പാരലൈറ്റിക് സെക്കൻഡ് എന്നും വിളിക്കുന്നു? പാർസെക് എന്നും വിളിക്കുന്നു കേട്ടോ. അപ്പൊ എന്താണ്? രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? അത് കിലോമീറ്റർ ആണെന്ന് ഓർക്കുക കേട്ടോ. ഭൂമിയിൽ നിന്നും മറ്റു ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം നിർണ്ണയിക്കുന്ന പ്രധാന മാർഗം ഏതാണ്? ലംബരീതിയാണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാ പറഞ്ഞേ? ഒന്ന് അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാരസൈറ്റിക് സെക്കൻഡ്. അതാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എന്ന് പറയുന്നത് എന്താണ്? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 കോടി കിലോമീറ്ററിനെയാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഏത്? പ്രകാശവർഷം. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക് എന്ന് പറയുന്നത് കേട്ടോ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എന്ന് പറയുന്നത് എന്താ? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാലോ ഇപ്പൊ തന്നെ പഠിച്ചേ 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശവർഷം എന്ന് വിളിക്കുന്നു. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ആണ്. ഇനി സമയത്തിന്റെ ചെറിയ യൂണിറ്റുകളോ? മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ് എന്നിവയാണ് സമയത്തിന്റെ ചെറിയ യൂണിറ്റുകൾ. അപ്പൊ സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്. സമയത്തിന്റെ ചെറിയ യൂണിറ്റുകൾ എന്ന് പറയുന്നത് മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ് ആണ്. ഒരു മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻³ സെക്കൻഡും, ഒരു മൈക്രോ സെക്കൻഡ് 10⁶ സെക്കൻഡും, ഒരു നാനോ സെക്കൻഡ് 10⁹ സെക്കൻഡുമാണ്. അപ്പോ ഒരു സോളാർ ദിനം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് ഒരു സോളാർ ദിനം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒരു സോളാർ ദിനമായിട്ട് കണക്കാക്കുന്ന എന്ന് മുതലാണ്? ഇന്ന് നട്ടുച്ച മുതലാണെങ്കിൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ്, ആ ഒരു സൈക്കിൾ പീരീഡിനെയാണ് ഒരു സോളാർ ദിനം അല്ലെങ്കിൽ ഒരു ദിവസമായി കണക്കാക്കപ്പെടുന്നത്. ഒരു സോളാർ ദിനത്തിൽ എത്ര സെക്കൻഡ് ഉണ്ട്? എത്രയാണ്? 86400 എന്ന് പറഞ്ഞു ഓർത്തിരിക്കട്ടെ. 86,400. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കണം നമ്മൾ? 86,400 ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 86400 സെക്കൻഡ്, അതായത് 24 മണിക്കൂർ. അപ്പൊ ഒരു സോളാർ ദിനം എന്ന് പറഞ്ഞ എത്ര സെക്കൻഡാ? 86400 എന്ന് ഓർത്തിരിക്കാം. പണ്ട് കാലത്ത് മനുഷ്യൻ നിഴൽ നോക്കി സമയം നിർണ്ണയിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഏത്? നിഴൽ ഘടികാരം. പണ്ട് കാലത്ത് മനുഷ്യൻ നിഴൽ നോക്കി സമയമൊക്കെ നിർണയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സമയത്തിന്റെ ചെറിയ യൂണിറ്റുകൾ മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ്. ഒരു നട്ടുച്ച സമയം മുതൽ അടുത്ത നട്ടുച്ച സമയം വരെയാണ് ഒരു സോളാർ ദിനം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത്. സോളാർ ദിനം എന്ന് പറയുന്നത് എത്ര സെക്കൻഡാ? 86400 എന്ന് ഓർത്തിരിക്കുക, അതായത് 24 മണിക്കൂർ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ഏത്? പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാ? കിലോഗ്രാം ആണ് കേട്ടോ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ യൂണിറ്റ് ആണ് പിണ്ഡം. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസ് അളക്കുന്നതിന് മറ്റു യൂണിറ്റുകൾ ഏതാ? ടണ്ണ്, ക്വിന്റല്, ഗ്രാം, മില്ലിഗ്രാം. ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കിലോഗ്രാമിന്റെ മറ്റു യൂണിറ്റുകളാണ്. അപ്പൊ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് പിണ്ഡമാണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസ് അളക്കുന്നതിനുള്ള യൂണിറ്റുകൾ ടണ്ണ്, ക്വിന്റല്, ഗ്രാം, മില്ലിഗ്രാം, ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നിവയാണ് കേട്ടോ. ഇനി പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളെ സദീശ അളവുകൾ എന്ന് പറയുന്നു. എന്താണ്? പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള അളവുകൾ എന്തെന്ന് വിളിക്കുന്നു? സദീശ അളവുകൾ എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ് സദീശ അളവുകൾക്ക് ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ? പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം, ആക്കമൊക്കെ എന്താണ്? അതൊക്കെ സദീശ അളവുകളാണ്. അപ്പൊ സദീശ അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള അളവുകളെ സദീശ അളവുകൾ എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ്? പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം, ആക്കം. ഇനി പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകൾ. ദിശ ചേർത്ത് പറയുന്നത് ഏതാ? സദീശ അളവുകൾ. ദിശ ചേർത്ത് പറയാത്തത് അദീശ അളവുകളാണ് കേട്ടോ. അദീശ അളവുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സ്വാന്ത്രത, മർദ്ദം, താപനില എന്നിവയ്ക്കാണ് ഏത്?
അദീശ അളവുകൾ. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകൾ അദീശ അളവുകൾ. സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത, മർദ്ദം, താപനില എന്നിവയൊക്കെയാണ് ഏത് അദീശ അളവുകളായിട്ട് വരുന്നത് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് സതീശ അളവ് ഏത് അദീശ അളവ് എന്ന് എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അളവുകൾ ഏതൊക്കെയാണെന്നൊന്ന് ഓർത്തിരിക്കണം. നമുക്ക് ഇനി ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ദ്രവ്യത്തിന്റെ എത്ര അവസ്ഥകളുണ്ട്? നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ക്ലാസ് തുടങ്ങി പറഞ്ഞു ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട്? 7 അവസ്ഥകളാണ് ദ്രവ്യത്തിന് ഉള്ളത്. ഇനി വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഏത്? പ്ലാസ്മാവസ്ഥ. നമ്മൾ പ്ലാസ്മാവസ്ഥയെ കുറിച്ച് വിശദമായി പഠിച്ചിരുന്നല്ലേ. അപ്പൊ എന്താണ്? വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയെ പ്ലാസ്മ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാ? പ്ലാസ്മ. 99% ദ്രവ്യം കാണപ്പെടുന്ന പ്ലാസ്മാവസ്ഥയിലാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. ഇനി അടുത്തത് ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 7 അവസ്ഥകളിൽ 5ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസെറ്റ് ആണ് 5ാമത്തെ അവസ്ഥയായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? നീരാവിയാണ്. നീരാവി അടിച്ചുള്ള പൊള്ളലാണ് ഏറ്റവും പൊള്ളലേക്കുന്നത് അല്ലെ. അപ്പൊ നീരാവിയാണ് ഏറ്റവും ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ദ്രവ്യവും ഊർജ്ജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്നക രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? നമ്മൾ പറഞ്ഞല്ലേ, ആരാത്? ഐൻസ്റ്റീൻ ആണല്ലേ. സാറേ, ഐൻസ്റ്റീൻ ആണ് വരുന്നത്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? ഇതാണ് പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. കാൻഡല അല്ലെ. കാൻഡലയാണ് പ്രകാശതയുടെ SI യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ് കേട്ടോ. ഇന്ന് വിശദമായിട്ട് നമുക്ക് ഒന്നോടെ കൂടി ഒന്ന് നോക്കാം. ഒരു ടേബിൾ ഉണ്ട്, കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഒന്നോടെ കൂടി വീഡിയോയുടെ അവസാനം ഞാൻ ഒന്നോടെ പറയാം കേട്ടോ. അപ്പോ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ് കേട്ടോ. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാ? ഊർജത്തിന്റെ യൂണിറ്റും ഏത് തന്നെയാണ് വരുന്നത്? ജൂൾ ആണ്. ഇനി ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ഏതാ? ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് കെൽവിൻ ആണ് അല്ലെ. കെൽവിൻ ആണ് ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാ? താഴെ പറഞ്ഞ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഫെർമിയാണ്. ഫെർമിയാണ് ഏറ്റവും ചെറിയ യൂണിറ്റ്. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാ? പാർസക്. പാർസക് ആണ് അല്ലെ. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാ? പാർസക് നീളത്തിന്റെയാണ്. പ്രകാശ വർഷമാണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഏതാ? ചന്ദ്രശേഖർ പരിധിയാണ് എന്താ താഴെ പറയുന്ന നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തതായിട്ട് വരുന്നത്. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? പ്രകാശവർഷം എന്തിന്റെ യൂണിറ്റാ? ദൂരത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷമായിട്ട് വരുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഒരു സതീശ അളവിന് ഉദാഹരണം, സതീശ അളവും അദീശ അളവും നമ്മൾ നോക്കിയില്ലേ. സതീശ അളവിന് ഉദാഹരണം ഏതാണ്? ത്വരണമാണ്. ഏതാണ്? ത്വരണമാണെന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് നോക്കാം അളവുകളും യൂണിറ്റുകളുടെ കുറച്ചും കൂടി നമുക്ക് നോക്കാം കേട്ടോ. ഭാരത്തിന്റെ യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ ആണ്. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. പിണ്ഡത്തിന്റെയോ? കിലോഗ്രാം. സാന്ദ്രത കിലോഗ്രാം ഓർ മീറ്റർ ക്യൂബ് ആണ്. ആക്കം കിലോഗ്രാം മീറ്റർ ഓർ സെക്കൻഡ് ആണ്. വ്യാപക മർദ്ദോ? ന്യൂട്ടൺ. ഊർജം പ്രവൃത്തി യൂണിറ്റ് എന്താ? ജൂൾ ആണ് കേട്ടോ. ഊർജവും പ്രവൃത്തിയും ജൂൾ ആണ്. താപോർജം ജൂൾ. പവർ വാട്ട്. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ ഓർ ഹെക്ടോ പാസ്കൽ. അപ്പൊ അന്തരീക്ഷ മർദ്ദം എന്താണ്? മില്ലി ബാർ ഓർ ഹെക്ടോ പാസ്കൽ ആണ്. ഇനി കാന്തിക ഫ്ലെക്സ് റബ്ബർ. റബ്ബർ ആണ് കാന്തിക ഫ്ലെക്സ്. ലെൻസിന്റെ പവർ എന്താ? ഡയോപ്റ്റർ ആണ് ലെൻസിന്റെ പവർ. റേഡിയോ ആക്ടിവിറ്റി ക്യൂറി, ബേക്കറൽ, റൂദർഫോർഡ് ആണ് വരുന്നത്. കാന്തിക ഫ്ലെക്സിന്റെ സാന്ദ്രതയോ? ടെസ്ലയാണ്. ഇടിമിന്നലോ? അത് ലിനക്സ് ആണ്. വൈദ്യുത ചാർജ് കൂളോം. വൈദ്യുത പ്രതിരോധം ഓം. റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. ലുമിനസ് ഫ്ലെക്സ് ലുമൻ. തിളക്കം കാൻഡല പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്രയുമാണ് അളവുകളും യൂണിറ്റുകളും വരുന്നത്. ഇത്രയും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയാം, അത് മാത്രമെങ്കിലും പഠിച്ചിരിക്കുക കേട്ടോ. ഊർജവും പ്രവൃത്തി ഇമ്പോർട്ടന്റ് ആണ്. താപോർജം, അതുപോലെ പവർ, അന്തരീക്ഷ മർദ്ദം ഇമ്പോർട്ടന്റ് ആണ്. ഭാരം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ വൈദ്യുത ചാർജും വൈദ്യുത പ്രതിരോധവും, അതുപോലെ പിന്നെ ചോദിക്കാനുള്ള സാധ്യത ഉള്ളത് റേഡിയോ ആക്ടിവിറ്റി. ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബാക്കിയൊന്നും പഠിക്കണ്ട എന്നല്ല, എന്നാലും മറ്റുള്ളവർക്ക് പഠിക്കാൻ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എന്ത് ഓർത്തിരിക്കുക, അതുപോലെ സാന്ദ്രതയും പിണ്ഡവും ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങളെങ്കിലും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. പ്രത്യേകിച്ച് ഊർജം, പ്രവൃത്തി, താപോർജം, പവർ, അന്തരീക്ഷം, അതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ഭാഗം എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഒന്ന് കമന്റ് ചെയ്തുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വാട്സ്ആപ്പ്
ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാനും ലാബ് അസിസ്റ്റന്റിനും വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.